ഇപ്പോൾ ഓഖി ദുരന്തബാധിതരെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി പൂന്തുറയിലെത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ദുരന്തബാധിതരെ സന്ദർശിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്നാണ് പ്രധാനമന്ത്രി ഓഖി ദുരന്തബാധിതരെ സന്ദർശിക്കുന്നതിനായി അല്പസമയം മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. അതിനുശേഷം ദുരന്തബാധിതരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി പൂന്തുറയിലെത്തുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. ഇപ്പോൾ ദുരിതബാധിതരുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു മണിക്കൂറോളം ദുരിതബാധിതരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എത്ര സമയം പ്രധാനമന്ത്രി പൂന്തുറയിൽ സമയം ചിലവഴിക്കും? പ്രധാനമന്ത്രി ഇപ്പോൾ സുരക്ഷാ ബാരിക്കേഡിന് തൊട്ടടുത്തേക്ക് എത്തി ജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയാണ്. ജനങ്ങളോട് അദ്ദേഹം സംവദിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകും. തൊട്ടടുത്ത് കേന്ദ്ര സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉണ്ട്. ജനങ്ങളിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ്. എന്നാൽ ദ്വിഭാഷീയ സഹായമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എങ്ങനെ എന്നുള്ളത് എന്താണ് മനസ്സിലാക്കാനുള്ള സാഹചര്യം പലതും കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ അൽഫോൺസ് കണ്ണന്താനം പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. പലരും തങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ പ്രധാനമന്ത്രിയോട് പങ്കുവെക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ തലത്തിൽ കാര്യങ്ങൾ കണ്ണന്താനം പ്രധാനമന്ത്രിക്ക് പറഞ്ഞു നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 20 മിനിറ്റ് ആയിരിക്കും പ്രധാനമന്ത്രി ഈ ഉണ്ടാവുക. സർക്കാർ പ്രതിനിധിയുമായുള്ള യോഗത്തിൽ വേണ്ടി ലെസ്ലി, മുഖ്യമന്ത്രിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എപ്പോഴായിരിക്കും മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി കാണുക? ഒപ്പം എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ുള്ള സാധ്യതയുണ്ട്? കാരണം ഓഖി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ശക്തമായിരുന്നു. അത് ഒരു തരത്തിൽ കേന്ദ്രത്തിന് മേൽ ഒരു സമ്മർദ്ദവും സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടോ? രേഷ്മ, ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതെങ്കിലും പ്രസംഗങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ പ്രകാരം ഇവിടെ എന്നാലും അതിൽ നിന്നും വ്യത്യസ്തമായി സാധ്യതകളിലേക്കുണ്ട്. മൈക്ക് ഇതെല്ലാം തന്നെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ സന്ദർശനത്തിന് ശേഷവും ദുരിതബാധിതരുടെ ആശ്വാസ വാക്കുകൾ ശേഷം മാത്രമായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറപ്പെടുക. 20 മിനിറ്റാണ് ഇവിടുത്തെ. ഇതിനിടയിൽ തന്നെ ചില നിവേദനങ്ങൾ പ്രധാനമന്ത്രിക്ക് നേരിട്ട് നൽകാൻ സഭാ നേതൃത്വം ഇവിടെ എത്തിയിട്ടുണ്ട്. സഭാ നേതൃത്വത്തിൽ നിന്നും അവരുടെ പ്രധാന ആവശ്യം
1500 കോടി രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ആവശ്യമായി മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇത് നിവേദനമായി അവർ ഇത് പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ സുനാമി ദുരിത പാക്കേജിന് സമാനമായ രീതിയിൽ സംസ്ഥാന സർക്കാർ ദേശീയ ദുരന്തമായി എന്ന ആവശ്യം സംസ്ഥാനം കടുത്ത സമ്മർദ്ദത്തിട്ടുണ്ട്. ഏതെങ്കിലും പാക്കേജുകൾ സ്പെഷ്യൽ പാക്കേജുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്ക് പ്രധാനമന്ത്രി എന്നുള്ള ഏറ്റവും സംശയമാണ്. ലെസ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി
ബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. आप कर लोगे ट्रांसलेशन? हाँ सर. इस साइक्लोन के कारण हमारे किसानों को, हमारे फिशरमैन को और हमारे गांवों को लक्षद्वीप, केरल, तमिलनाडु तीनों राज्यों में जगह पे और विशेष करके जो हमारे फिशरमैन अंदर गए हुए थे अभी काफ़ी मिसिंग है. അപാപത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാർ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ലക്ഷദ്വീപിലെയും പ്രത്യേകിച്ചും ഉള്ളിലേക്ക് കടലിൻ്റെ ഉള്ളിലേക്ക് പോയ മത്സ്യക്കാർ, മീൻപിടുത്തക്കാർ, അവർക്ക് വേണ്ടിയിട്ടും തിരിച്ചു വരാത്തവർക്ക് വേണ്ടിയിട്ടും हमारे रक्षा मंत्री को मैंने तुरंत यहाँ भेजा था. वे सभी स्थान पर गई थी. निर्मला सीतारामन जी भारत सरकार से तत्काल जो सहायता पहुँचानी चाहिए वो भी पहुँचाई थी. नेवी और कोस्ट गार्ड के लोग आज भी सर्वेलेंस का काम कर रहे हैं और कई लोग अलग अलग जगह पे पहुँचे. कुछ लोगों का मत है कि कुछ अड़ोस पड़ोस के देशों में पहुँचे हैं, तो वहाँ भी MEA के लोगों को बताया है कि वहाँ की हमारी एम्बेसी भी एक्टिव है. उन लोगों से संपर्क करें और कोई जानकारी मिले तो हमें पहुँचाए, तो उनको भी लाने का प्रबंध होगा. पश्चिम भारत के भी कोस्ट पर काफ़ी लोग पहुँचे थे. गुजरात के समुद्री तट तक करीब 400 मछुआरे जो समुद्र में फंसे थे वो वहाँ आए थे. उनको बचा लिया गया था. उसमें से कुछ लोग फिर से फिशिंग के लिए चले गए हैं, ऐसे जानकारी मिली है. നമ്മുടെ ഡിഫൻസ് ഈ സംഭവം നടന്ന ഉടൻ തന്നെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററിനെയും കോസ്റ്റ് ഗാർഡിനെയും നേവിയെയും എല്ലാവരെയും ഉടൻ തന്നെ നമ്മൾ അറിയിക്കുകയും ഓരോ സ്ഥലങ്ങളിലായി അവരെത്തുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുകയും പല ആൾക്കാർ ഗുജറാത്തിലെ എത്തുകയും അവരെ രക്ഷപ്പെടുത്തുകയും പല പല സ്ഥലങ്ങളിൽ എത്തുകയും അവരെ രക്ഷപ്പെടുത്തുകയും വീണ്ടും അവർ മത്സ്യം പിടിക്കാൻ പോകുന്നതായി അറിയാൻ കഴിഞ്ഞു. पूरा देश आपकी इस दुख की घड़ी में आपके साथ है. भारत सरकार पूरी तरह आपके साथ है. जो भी प्रयास करने होंगे, जो लोग मिसिंग हैं उनको ढूंढने के, उन प्रयासों में कोई कमी नहीं रहेगी. രാജ്യം മുഴുവനും നിങ്ങളോടൊപ്പമുണ്ട്. ഭാരത സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്. ആരാണോ കാണാനില്ലാത്തവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നതാണ്. जिनकी लाइवलीहुड पर भी संकट आया है उसको भी सरकारी नॉर्म्स के तहत जितनी ज़्यादा मदद मिल सकती है उस मदद करने के लिए भारत सरकार भी आगे आएगी और भारत सरकार भी आपके दुखों को मैं इस समय आपके साथ खड़ी रहेगी. രക്ഷപ്പെട്ടവർക്കും ജീവൻ വെടിഞ്ഞവർക്കും എല്ലാവർക്കും എന്തൊക്കെ ലഭിക്കണമോ അതെല്ലാം നൽകാൻ ഭാരത സർക്കാർ തയ്യാറാണ്. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത്. वैसे आज समय लेक्चर करने का नहीं है. ये दुख की घड़ी है और मैं इस दुख की घड़ी में भारत सरकार पूरी तरह आपके साथ है ये विश्वास दिलाने के लिए आपके पास आया हूं और कोई प्रयत्न में कमी नहीं रहेगी. ये मैं फिर से एक बार विश्वास देता हूं. ഈ സമയം ഈ അവസരം ആഘോഷിക്കാനുള്ളതല്ല, ദുഃഖത്തിൽ പങ്കുചേരാനാണ് ഞാൻ നിങ്ങളോടൊപ്പം വന്നത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും പറയുന്നു. हम ईश्वर से प्रार्थना करते हैं कि क्रिसमस से पहले
हमारे सभी परिवारजन वापस लौट आए। भारत सरकार पूरी ताकत लगाएगी। ഞാൻ ഈശ്വരനാമത്തിൽ പറയുന്നു, ക്രിസ്മസിന് മുമ്പേ തന്നെ എല്ലാ നമ്മുടെ സഹോദരന്മാരും വീട്ടിൽ തിരിച്ചെത്താനുള്ള എല്ലാ സഹായവും ചെയ്യുന്നതാണ്. आपके दुख दर्द को मैंने सुना है। मैं अभी राज्य सरकार के साथ बैठने वाला हूं, उनके साथ भी मैं डिटेल चर्चा करूंगा. ഞാൻ ഞങ്ങളോട് മറ്റിരിക്കുന്ന ജനപ്രതിനിധികളുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. धन्यवाद. നന്ദി, നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂന്തറയിലെത്തി ദുരിതബാധിതരായ തൊഴിലാളികളെ സന്ദർശിച്ചിരിക്കുന്നു. അതിനുശേഷം ഓഖി ദുരന്തബാധിതരായ തൊഴിലാളികളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരത സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുമുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇതിനുശേഷം മുഖ്യമന്ത്രിയുമായും ലത്തീൻ കത്തോലിക്ക സഭയുടെ അധികാരികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, ഇപ്പോഴും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് കേരളവും ഉറ്റുനോക്കുന്നത്. ഈ ഓഖി ദുരന്തത്തെ ഒരു സുനാമിക്ക് സമാനമായ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ഇതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് ലെസ്ലി? രേഷ്മ, പ്രധാനമന്ത്രി വളരെ ഹ്രസ്വമായ ഒരു പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ദുരന്ത ബാധിതർക്കൊപ്പം സർക്കാരും ഭരണകൂടവും താനും എല്ലാം ഉണ്ട് എന്നുള്ള ഒരു വാഗ്ദാനം മാത്രമാണ് നൽകിയിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പാക്കേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ സെലക്റ്റീവായിട്ടുള്ള ചില ആളുകളുമായി ആശയവിനിമയം നടത്തിയതെന്നല്ലാതെ മത്സ്യത്തൊഴിലാളികളുമായി നേരിട്ട് സംസാരിക്കാനോ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല. ഇതിന്റെ ഒരു അമർഷം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഇവിടെ തന്നെ ഉണ്ട്. അത് പല ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്ന ഘട്ടത്തിൽ പോലും ചിലർ ഇക്കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്, ഇത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും വലിയ അമർഷത്തോടു കൂടിയാണ് ഇവർ പോകുന്നത്. പ്രധാനമന്ത്രി മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷം ഇനി കേരള സർക്കാരിന്റെ ഔദ്യോഗിക മന്ത്രിമാരുമായും മറ്റ് സഭാ മേലധ്യക്ഷന്മാരുമായും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഖി ദുരിതബാധിതരെ കാണാൻ വേണ്ടി പൂന്തുറ സന്ദർശിച്ചു. പൂന്തുറയിൽ തൊഴിലാളികളുമായി നേരിട്ട് ചർച്ച നടത്തി. ഇനി മുഖ്യമന്ത്രിയുമായും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ലത്തീൻ കത്തോലിക്ക സഭാ നേതൃത്വവുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. കേന്ദ്രവും സർക്കാരും ദുരിതബാധിതർക്കൊപ്പമെന്നുള്ള പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പാക്കേജുകളെ പറ്റിയോ സഹായങ്ങളെ പറ്റിയോ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, ഇനി മുഖ്യമന്ത്രിയുമായി അല്പസമയത്തിനകം പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമെങ്കിലും ഔദ്യോഗികമായി എന്തെങ്കിലും സഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ? രേഷ്മ, പ്രധാനമന്ത്രി അല്പം മുൻപാണ് പൂന്തുറ സന്ദർശിച്ചത്. പൂന്തുറയിൽ ദുരിതബാധിതരെ അദ്ദേഹം കണ്ടു. ഏതാണ്ട് 5 മിനിറ്റോളം അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ക്രിസ്മസിന് മുൻപായി കാണാതായവരെ മടക്കിയെത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ രാജ്യവും കേന്ദ്ര സർക്കാരും ദുരിതബാധിതർക്കൊപ്പമാണ് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ എല്ലാ സഹായവും ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗവർണറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. വൈകിട്ട് അല്പസമയത്തിനകം ഏതാണ്ട് 5:00 തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ധരിപ്പിക്കും. ഏതാണ്ട് 1830 കോടി രൂപയുടെ ഒരു പാക്കേജ് അനുവദിക്കണം, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു പാക്കേജ് അനുവദിക്കണമെന്ന് നേരത്തെ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഓഖി ദുരന്തത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ ഫണ്ട് കൂടി ലഭ്യമാക്കണമെന്നുള്ള ആവശ്യവും ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് ഇതുവരെ കേന്ദ്രം പരിഗണിച്ചിട്ടില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെയും ഈ അല്പസമയത്തിനകം നടത്തുന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഇന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്നുള്ളത് നമുക്ക്
പറയാൻ കഴിയുകയില്ല. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം അതിനുശേഷം ഉണ്ടായേക്കാം എന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഉറപ്പു പറയാൻ കഴിയുകയില്ല. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. 5:30 തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായുമുള്ള കൂടിക്കാഴ്ച നടക്കുക. ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാണാതായവരെ കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അത് തുടരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ക്രിസ്മസിന് മുമ്പായി കാണാതായവരെ മുഴുവൻ കണ്ടെത്താനുള്ള പരമാവധി ശ്രമം നടത്തും എന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഖി ദുരിതബാധിതരുടെ പരാതികളും അദ്ദേഹം കേൾക്കുകയുണ്ടായി. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിക്കും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ അവസരത്തിൽ രേഷ്മ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂന്തുറയിലെത്തി മത്സ്യത്തൊഴിലാളികളെ സന്ദർശിച്ചിരിക്കുന്നു. ഇനിയുള്ളത് കേരള ഗവൺമെന്റുമായുള്ള ചർച്ചയാണ്. വിവരങ്ങളാണ് ദിനകർ നൽകിയത്. പുണ്യനദിയായ പമ്പയിൽ തുണി നിക്ഷേപിക്കരുതെന്ന വിലക്കുണ്ടെങ്കിലും വിലക്ക് ലംഘിച്ച് തുണി നിക്ഷേപിക്കുന്നതിന് ഇത്തവണയും കുറവില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പന്മാരാണ് ഇത്തരത്തിൽ തുണി നിക്ഷേപിക്കുന്നതിന് മുന്നിൽ. പമ്പയിൽ നിക്ഷേപിക്കുന്ന തുണി തമിഴ്നാട്ടിലെ വലിയൊരു വ്യവസായ ഗ്രൂപ്പാണ് ലോറികളിൽ പമ്പയിൽ നിന്നും കൊണ്ടുപോകുന്നത്. പമ്പയിൽ തുണി നിക്ഷേപിക്കുന്നത് ആചാരമല്ലെന്നും ആചാരത്തിന് വിരുദ്ധമാണെന്നും 24 മണിക്കൂറും വിവിധ ഭാഷകളിലായി ഉച്ചഭാഷിണിയിലൂടെ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇത്തവണയും പമ്പയിൽ തുണി നിക്ഷേപിക്കുന്നതിന് ഒട്ടും കുറവില്ല. ദേവസ്വം ബോർഡ് തുണി നിക്ഷേപിക്കുന്നതിനായി മാത്രം ഒരു പ്രത്യേക സ്ഥലം നൽകിയിരുന്നു. എന്നാൽ അവിടെയൊന്നും തുണിയിടാതെ പമ്പാ നദിയിൽ പലയിടങ്ങളിലായി വലിച്ചെറിയുകയാണ്. പമ്പയിൽ അയ്യപ്പന്മാർ നിക്ഷേപിക്കുന്ന തുണികൾ ശേഖരിച്ച് കെട്ടുകെട്ടുകളാക്കി വെക്കാൻ ദിവസവേതനത്തിൽ നിരവധി തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. ഇവർ ശേഖരിക്കുന്ന തുണികൾ പമ്പാ നദിയുടെ കരയിൽ ഒരു ഭാഗത്തായി കെട്ടുകെട്ടുകളാക്കി സൂക്ഷിച്ചിരിക്കുന്നതാണിത്. ഈ തുണികൾ തമിഴ്നാട്ടിലേക്ക് ലോറിയിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു വലിയ വ്യവസായ ശൃംഖലയാണ്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഭരണസമിതി തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കമ്പനിക്ക് പമ്പയിൽ നിന്നും തുണികൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നതിന് കരാർ നൽകിയിരുന്നു എന്നാണ് വിവരം. ഇവർ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന തുണികൾ കഴുകി വൃത്തിയാക്കി കളർ മുക്കി സ്റ്റിക്കറും പതിച്ച വീണ്ടും മാർക്കറ്റിലെത്തിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും നിലവിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി ഈ വിഷയം വളരെ ഗൗരവത്തോടെ പരിഗണിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. പ്രമുഖ ഫർണിച്ചർ മാളായ ഹോം സോൾ തെയ്യമ്പാട്ടിൽ കേരളത്തിൽ ആദ്യമായി ഫർണിച്ചറുകൾക്കായി ഒരുക്കിയ കാർണിവലിന് കൊച്ചി ഹോം സോൾ ഷോറൂമിൽ തുടക്കമായി. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. ഫർണിച്ചർ വാങ്ങുമ്പോൾ ഓരോ ദിനവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയം, ഡയമണ്ട് മോതിരം, സ്പോർട്സ് സൈക്കിൾ, മൊബൈൽ ഫോൺ തുടങ്ങിയ സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. ഫർണിച്ചർ വാങ്ങുമ്പോൾ 20% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ബോൾ ഗെയിം കാർണിവലിന്റെ പ്രത്യേകതയാണ്. ബണ്ട്ലിംഗ് ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, സമ്മാനങ്ങൾ, വിനോദ പരിപാടികൾ എന്നിവയും കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ട്. ആസിസ് ഇന്ത്യയിലെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഷോറൂം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടപ്പള്ളി ലുലു മാളിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിൽ വിപുലമായ സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ റഷ്യയിൽ അരങ്ങേറുന്ന 2018 ഫിഫ വേൾഡ് കപ്പിനുള്ള ഔദ്യോഗിക ഫാൻസ് വെയർ ഉൽപ്പന്നങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ അത്ലറ്റിക്സിനുള്ള പെർഫോമൻസ് വെയർ, റണ്ണിംഗ്, ട്രെയിനിംഗ്, യോഗ, ഫുട്ബോൾ, റാക്കറ്റിംഗ് തുടങ്ങി സ്പോർട്സ് ഇനങ്ങളും ലഭ്യമാണ്. ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ടീഷർട്ടുകൾ, ഡയൽ ബാഗുകൾ എന്നിവ സൗജന്യമായി നൽകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ റോഷൻ ബെയ്ഡ് പറഞ്ഞു. കൊച്ചിക്ക് ശേഷം ഇന്ത്യയിലുടനീളം 15 ഷോറൂമുകൾ തുറക്കാനാണ് പദ്ധതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിട്ടുമാറാൻ പ്രയാസമുള്ള അസുഖങ്ങളാൽ ദുരിതം പേറുകയാണ് കാസർഗോഡ് ബാരയിൽ ഒരു ദരിദ്ര കുടുംബം. കുടുംബനാഥൻ മരണപ്പെട്ടതിനെ തുടർന്ന് തീർത്തും നിരാലംബരായ ഈ കുടുംബം കരുണയുള്ളവരുടെ സഹായം തേടുകയാണ്. നാട്ടുകാർ കുടുംബസഹായ സമിതിയും രൂപീകരിച്ചു. കാസർഗോഡ് ബാര തൊട്ടിയിലെ കൃഷ്ണൻ സരോജിനി ദമ്പതികൾക്ക് 3 മക്കളാണുള്ളത്. 3 പേരും പ്രായപൂർത്തിയായവരാണെങ്കിലും വിവിധ രോഗങ്ങൾ കാരണം നിരന്തരം ചികിത്സയിലാണ്. കൃഷ്ണൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. 60 കഴിഞ്ഞ സരോജിനി തൊഴിലുറപ്പ് ജോലി ചെയ്തും ബീഡി തെറുത്തുമാണ് ഇപ്പോൾ കുടുംബം പോറ്റുന്നത്. ഇതിനിടെ കുട്ടികളുടെ ചികിത്സയ്ക്കും പണം കണ്ടെത്തണം. ഞാൻ പണിയെടുത്തിട്ട് ചെലവ് കഴിയുന്നു. 10,000 11,000 ഇല്ലാന്ന്, അതടക്കണം. അതൊരു മാസം വീട്ടിൽ നിന്നതേയില്ല. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഈ കുടുംബം പിടിച്ചു നിൽക്കുന്നത്. കുട്ടികൾ 3 പേരും അവിവാഹിതർ. തന്റെ കാലശേഷം മക്കളെ ആരു നോക്കുമെന്ന ആശങ്കയിലാണ് ജാനകി. കരുണയുള്ളവരുടെ സഹായഹസ്തം തേടുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.